ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഒന്നുമില്ല. ദിസ് ഇസ് മൈ ക്യൂ ആൻഡ് എ. കുറേ നാളായി ഞാനിങ്ങനെ ഇരുന്നിരുന്ന് വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നമുക്ക് നിന്ന് വീഡിയോ എടുക്കാം. നിന്നാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോകാൻ പറ്റുമല്ലോ. ആൻഡ് ദിസ് ഇസ് മൈ സീറോ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കണ്ണിൻ്റെ അടിയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിവേസ്, ഞാൻ ക്യൂ ആൻഡ് എയുടെ ഇത് സെഷൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പലവിധ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നാൽ അങ്ങനെ സാധിക്കില്ല. പക്ഷെ എങ്കിലും സ്വല്പം ഡീറ്റെയിലിങ്ങിലോട്ട് നമുക്ക് പോവാം. സോ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്ന ക്വസ്റ്റ്യൻസും അല്ലാത്ത ചില ക്വസ്റ്റ്യൻസും എല്ലാം ചേർന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സക്സസ്ഫുള്ളി ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നെയാണ് ഇൻസ്റ്റഗ്രാം സസ്പെൻഷൻ എങ്ങനെ നമുക്ക് കിടത്തി വെട്ടിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം എൻ്റെ മെയിൻ അക്കൗണ്ട് കിടത്തി വെട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇൻഷാ അള്ളാ എനിക്കറിയാം എൻ്റെ അക്കൗണ്ട് ഒരു 1.5 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടും. കാരണം ഞാൻ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും ഇതുവരെ എതിര് പോയിട്ടില്ല. ആൻഡ് ഐ എം ടോക്കിംഗ് ടു മെറ്റ. അപ്പോൾ ഹോപ്പ്ഫുള്ളി എൻ്റെ അക്കൗണ്ട് കിട്ടുമെന്ന് ഞാൻ ആശംസിക്കുന്നു. അതുവരെ ഞാൻ ഒരു ബാക്കപ്പ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ അക്കൗണ്ടിൻ്റെ ID ഞാനിവിടെ കൊടുക്കാം. പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യുക. സോ ഇതെന്തൊരു പ്രൊമോഷനാണല്ലേ. അപ്പോൾ നമുക്ക് നേരെ Q&Aയിലോട്ട് പോകാം. ഓക്കെ, എവിടെ ചോദ്യങ്ങൾ എവിടെ? ഓക്കെ, ആദ്യം നല്ല ചോദ്യങ്ങളാണ്. നല്ല ചോദ്യത്തിൽ നിന്ന് നമുക്ക് കോംപ്ലക്സ് കൂടിയ ചോദ്യങ്ങളിലോട്ടോ നല്ല ചോദ്യം വെച്ചിട്ട് തുടങ്ങാം അമ്മേ. ഓക്കെ, ഹാപ്പി ആണോ ഇപ്പോൾ ലൈഫിൽ? ദാറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. പക്ഷെ എന്താ പറയുക, ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്. ഹാപ്പി അല്ലേന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ മിഡ് ക്രൈസിസിലാണ് ഇപ്പോൾ. കാരണം ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈവൻ വേക്കിംഗ് അപ്പ് ഫ്രം ബെഡ് സംടൈംസ്. കാരണം അക്കൗണ്ട് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ശോകമുള്ള കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അത്രയും നെഞ്ച് പൊട്ടി കരച്ചിലൊന്നും വരുന്നില്ല. 150K പോയെന്ന് പറഞ്ഞാൽ നമുക്ക് നെഞ്ച് പൊട്ടാനൊന്നും പറ്റത്തില്ലല്ലോ. സോ അക്കൗണ്ട് പോയാൽ വേറെ അക്കൗണ്ട് തുടങ്ങും, ആ അക്കൗണ്ട് പോയാൽ അടുത്ത അക്കൗണ്ട് തുടങ്ങും. പിന്നെ അതല്ലാണ്ട് നമ്മൾ എന്നെ ബാധിക്കുന്നത് എൻ്റെ മെയിൻ അക്കൗണ്ട് പോകുന്നതല്ല, പക്ഷേ അത് വെച്ചിട്ടാണ് ബിസിനസ് അക്കൗണ്ട് കൂടുതലും റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എന്നെ അത് ബാധിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ട് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. സോ ഇതിലും വലിയ സ്റ്റഫ് ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു. പിന്നെയാണ് ഒരു അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് അതെന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്നലെ ഞാൻ അക്കൗണ്ട് പോയിട്ട് വളരെയധികം മിഡ് ക്രൈസിസ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, കുറച്ചധികം ശോകത്തിലോട്ട് പോയി. ഐ വാസ് ലൈക്ക് ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ബിസിനസ് ഓൺലൈൻ എങ്ങനെ റണ്ണ് ചെയ്യും, മറ്റത് മറിച്ചത് കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തല പുകഞ്ഞ് ഒരു 5-6 മണിക്കൂർ ഞാൻ ആ ലൂപ്പിൽ പെട്ടിട്ട് ഫൈനലി ഐ ഗോട്ട് ദ ആൻസർ. ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല, വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള മൈൻഡ് സെറ്റിലെത്തി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ മൈൻഡ് സെറ്റ് പോലും ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് യൂട്യൂബ് വരെ എനിക്ക് എടുക്കാൻ ഉള്ള മൈൻഡ് സെറ്റ് പോയി കുറച്ച് നാളായിട്ട്. പക്ഷേ ഐ വോണ്ട് ടു റീസ്റ്റാർട്ട് എവറിത്തിങ്. കുറച്ച് അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ലൈഫിൽ ഹാപ്പിയാണ്. പക്ഷേ ഈ ഒരു ക്രൈസിസ് ഒഴിച്ച് ബാക്കിയെല്ലാം കൊണ്ടും ഐ ആം ഹാപ്പി ഇൻ മൈ ലൈഫ്. വേറെ പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യമാണ്, വേർ ആർ യു ഫ്രം? ബേസിക്കലി ഞാൻ തൊടുപുഴയിൽ നിന്നാണ്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ്. ഇവിടെയാണ് ഞാൻ ജനിച്ച് വളർന്ന് ജനിച്ചത് ഞാൻ സൗദിയിലാണ്, വളർന്നത് ഇവിടെയാണ്. പക്ഷെ ഞാൻ കൂടുതലും കൊച്ചിയിലാണ് ഉണ്ടാവാറ്. എൻ്റെ ഷൂട്ട് കാര്യങ്ങൾ, കൊളാബ്സ്, ഫ്രണ്ട്സ് എല്ലാം കൊണ്ടും കൊച്ചിയാണ് എൻ്റെ സ്ഥലം. ആൻഡ് ഓൾസോ അത്രേ ഉള്ളൂ. ബാക്കി പറയാൻ താല്പര്യമില്ല, അത് ഞാൻ സിപ്പ് ചെയ്തു ഉള്ളിലോട്ട്. ഓക്കെ, അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. വൈ ഡു യു ഫോർഗിവ് പീപ്പിൾ ഈസിലി? ആരെ പറ്റിയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ആൾക്കാരോട് എന്തിനാ പെട്ടെന്ന് ക്ഷമിക്കുന്നേ? ഞാൻ എന്നോട് തന്നെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. എന്തിനിങ്ങനെ പാമ്പുകളെയൊക്കെ പിന്നെയും തലയിൽ കയറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ആൾക്കാരോട് ഇത്ര പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കുന്നു എന്ന്. ബട്ട് പൊതുവേ ഞാനങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കാറില്ല. കുറച്ച് അവരായിട്ട് കറക്കിയിട്ടൊക്കെ ക്ഷമിക്കാറുള്ളൂ. പക്ഷെ എന്നാലും ക്ഷമിക്കും, അതാണൊരു പ്രശ്നം. ക്ഷമിച്ച് കഴിഞ്ഞ് ഞാൻ നല്ലോണം അങ്ങ് സ്നേഹിച്ച് വിശ്വസിച്ച് എനിക്ക് പണി കിട്ടാറുണ്ട്. ബട്ട് ബേസിക്കലി ഇപ്പോൾ ലൈഫിൽ ഞാൻ അങ്ങനെ ആരെയും വെരി ക്ലോസ് സർക്കിളിലോട്ട് കൊണ്ടുവരാറില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷമിക്കാറില്ല. പിന്നെ ഇതിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചേക്കുന്നത് സഫയാണെന്ന് തോന്നുന്നു. സഫേനെ പറ്റിയാണ് പെട്ടെന്ന് ഫോർഗീവ് ചെയ്ത്. എന്താണെന്ന് ദാറ്റ്സ് ബേസിക്കലി എനിക്കൊരു
എൻ്റെ ഇപ്പം കറൻ്റ്ലി എൻ്റെ ഹസ്ബൻഡായിട്ട് ലല്ലു ഇരിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അവളോട് ആ ദേഷ്യം വെച്ചാൽ മതിയെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി. അല്ലാണ്ട് അവളിപ്പോൾ അവനായിട്ട് റിലേഷൻ ഉണ്ടോ ഇല്ലേ, ഇനി അത് കണ്ടിന്യൂ ചെയ്യുമോ, അത് ഞാൻ നോക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. ബിക്കോസ് ഐ എം ഓവർ ഹിം. അപ്പം അവനിനി ആരുടെ കൂടെ പോയാലും അല്ലെങ്കിൽ അവളിനി ആരുടെ കൂടെ പോയാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. സോ ഐ ഫോർഗിവ്. എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ കൂടെ പോയ ഒരാളുടെ ഇതിൽ ഞാൻ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കൊടുത്തു. ആൻഡ് അത്ര പെട്ടെന്ന് ക്ഷമിച്ചു എന്ന് ചോദിച്ചാൽ അത്ര പെട്ടെന്നൊന്നുമല്ല ക്ഷമിച്ചത്. നല്ലോണം സംസാരിച്ച് എല്ലാം ഇത് ചെയ്തിട്ടാണ് ക്ഷമിച്ചത്. ആൻഡ് ക്ഷമിച്ചെന്ന് വെച്ചിട്ട് കുറേ പേര് വിചാരിക്കുന്നു നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായി, നമ്മൾ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സായി, ഇപ്പം എന്തായി, മറ്റതായി മറിച്ചതായി. സഫയായിട്ട് അടയും ചക്കരയെന്ന് ഞാൻ എവിടെയും പറയത്തില്ല. ഷീ ഈസ് മൈ ഫ്രണ്ട്. അതായത് ഞാൻ ക്ഷമിച്ചു കൊടുത്തു എന്നും അല്ലാണ്ട് ഉപരി അവൾക്ക് എൻ്റെ പേഴ്സണൽ ലൈഫോ ഞാൻ അവളുടെ പേഴ്സണൽ ലൈഫിലോട്ടോ ഇടപെടാൻ പോയിട്ടില്ല. അത്രയുമുള്ള ക്ലോസ് സർക്കിളിൽ ഞാൻ കയറ്റത്തുമില്ല. അത് എൻ്റെ വെരി ഫ്യൂ ക്ലോസ് സർക്കിളേ ഉള്ളൂ. 2-3 ഫ്രണ്ട്സ് എനിക്കുള്ളൂ അത്രയും ക്ലോസ് ആയിട്ട്. അതൊഴിച്ച് ബാക്കി ആൾക്കാരൊക്കെ ദേ ആർ ജസ്റ്റ് മൈ ഫ്രണ്ട്സ്. ഹായ് ബൈ ബന്ധമുള്ളൂ. അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ കാര്യം ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള മീൻസ് ഇങ്ങനെ വന്നു പോയവരോടൊന്നും ഞാൻ ഷെയർ ചെയ്യത്തില്ല. അവളുടെ ഞാൻ അറിയാൻ നോക്കത്തില്ല. സോ ഷീ ഈസ് നോട്ട് മൈ വെരി ക്ലോസ് ഫ്രണ്ട്. ഈ ഇൻസ്റ്റയിലും റീൽസിലും ഒക്കെ ആൾക്കാർ ഇതാക്കുന്ന പോലെ അല്ലെങ്കിൽ ട്രോളുന്ന പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടോ എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ടല്ല. ഞാൻ കമ്പനിയാണ്, സംസാരിച്ചു. ആൻഡ് ഇപ്പം ഞാൻ കാണാറ് പോലുമില്ല. എനിക്ക് തോന്നുന്നു ആ റീലിട്ട് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. സോ യാ, അത്രേ ഉള്ളൂ. ആസ് ഇൻ ഈവൻ ഞാൻ കൊച്ചി പോവുകയാണേലും അവൾ കൊച്ചിയിലുണ്ടായിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല. അത്രയും ക്ലോസ് ഫ്രണ്ട് അല്ല. അതാണ് ഞാൻ അതിൽ മീൻ ചെയ്ത്. ആൻഡ് ദിസ് ഇസ് എ വെരി ബ്രൂട്ടലി ആൻസറിങ് Q&A. അതുകൊണ്ട് ഞാനെല്ലാം തുറന്നു പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ്. ടാറ്റൂവിൽ L ആണോ? ലൈക്ക് ഫോർ റിയൽ FL. ലല്ലു ഫസി ആണോ ടാറ്റൂവിലെന്ന്? ഇതിൽ FL അല്ല, ദിസ് ഇസ് നോട്ട് FL. ആൻഡ് L ഞാൻ ചത്താലും അടിക്കത്തില്ല. ആൻഡ് L ഞാൻ അടിച്ചിട്ടുമില്ല. അതാണ് അതിനുള്ള ഉത്തരം. ടാറ്റൂവിൽ L അല്ല. ഓക്കെ, ഞാൻ ടാറ്റു L അടിക്കത്തില്ല, L അടിച്ചിട്ടുമില്ല. ടാറ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെർമനൻ്റ് ആയിട്ട് ഇരിക്കുന്നൊരു സംഭവമാണ്. അപ്പം പെർമനൻ്റ് അല്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ടാറ്റൂവിൽ അടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അൺലെസ് ഇറ്റ്സ് യുവർ ഇപ്പം എൻ്റെ ചേച്ചി അടിച്ചിട്ടുണ്ട് കൊച്ചിൻ്റെ ബർത്ത്ഡേ. അപ്പം അങ്ങനെ പെർമനൻ്റ്ലി നിൽക്കുന്ന ആൾക്കാരല്ലാണ്ട് ഒന്നും നമ്മൾ ആനിവേഴ്സറി ഡേറ്റ്, റിലേഷൻഷിപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ അടിക്കണത് അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ നോ. എത്ര ടാറ്റു ഉണ്ട്? മൊത്തം 3 ടാറ്റു ഉണ്ട്. പക്ഷെ എനിക്കിനി ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ ഒരു ടാറ്റു അടിക്കുന്ന ആഗ്രഹമുണ്ട്. ഇതൊരു ടാറ്റു, പിന്നെ ഇത് 2ാമത്തെ ടാറ്റു, ഇത് 3ാമത്തെ ടാറ്റു. പക്ഷേ എനിക്ക് ഇത്രയും ടാറ്റു പോരാ. കുറച്ചും കൂടെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് കുറച്ചും കൂടെ ഒരു സെറ്റപ്പായിട്ട് അടുത്ത ടാറ്റു അടിക്കും. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എല്ലാ റിലേഷൻഷിപ്പും വർക്കൗട്ട് ആവാതിരിക്കുമ്പോൾ എന്താ തോന്നുന്നത്? എന്ത് തോന്നാൻ? ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ട് എന്തിനാ എന്നോടിങ്ങനെ അങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ ഐ തോട്ട് ഇതൊരു ലൈഫ് ലെസണാണ്. ഓക്കെ, ഇങ്ങനെ ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് സംഭവിക്കുന്നത്, അതിൽ നിന്നെന്തോ എല്ലാ റിലേഷൻഷിപ്പിൽ നിന്നും എനിക്കൊരു ഓരോരോ പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ എക്സിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠമാണ് ബെസ്റ്റുകളുള്ള റിലേഷൻ നമ്മൾ നോക്കാൻ പാടില്ല എന്ന്. അതാണ് എനിക്ക് ഫസ്റ്റത്തെ എക്സിൽ നിന്ന് മനസ്സിലായത്. സെക്കൻഡത്തെ എക്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഓ നോ, ഐ ഡോണ്ട് വോണ്ട് ടു മെൻഷൻ ഇറ്റ്, അത് ഞാൻ വിടുവാണ്. 3ാമത്തെ എക്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നോട്ട് ഓൾ മെൻ ബട്ട് മെൻ. അതാണ് ബേസിക്കലി. മെൻ ചീറ്റ് എ ലോട്ട്. സോ യാ, ഇത് ഞാൻ ജനറലി പറഞ്ഞതല്ല. ഇനി അതിനെൻ്റെ തലയിലോട്ട് ആരും കയറണ്ട. പക്ഷേ ഐ ഹാവ് സീൻ, ഇപ്പം ഞാൻ ജനറലി നിങ്ങളുടെ അടുത്ത് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആസ് ഇഫ് ലൈക്ക് ഒരു പെണ്ണ് ചതിച്ചാൽ ഒരാണ് അവരുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഒരാണ് ചതിച്ചാൽ പെൺപിള്ളേർ നിൽക്കുന്നത് നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും. അതാണ്, മനസ്സിലായോ? ഷോ മീ വൺ റിലേഷൻ വേർ ഒരു പെണ്ണ് ചീറ്റ് ചെയ്തിട്ട് പുള്ളി അത് സഹിച്ച് കൂടെ നിന്ന് അതിനെപ്പറ്റി എവിടെയും സംസാരിക്കാണ്ട് അത് ന്യൂട്രൽ ലെവലിലെടുത്ത് പോകുന്ന എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തന്നാൽ ഐ എം സോ ഗ്ലാഡ്. ലൈക്ക് ഹീ സച്ച് എ ഗ്രീൻ ഫ്ലാഗ് ബ്രോ. അപ്പം എല്ലാ റിലേഷനും വർക്കൗട്ട് ആവാത്തപ്പോൾ എനിക്കൊന്നും തോന്നാറൊന്നുമില്ല. എന്തിനു തോന്നണം? ബിക്കോസ് റൈറ്റ് നൗ ഐ എം ഹാപ്പി. സോ ഞാൻ ഇപ്പോഴത്തെ ആ ഫ്ലോയിൽ അങ്ങ് പോകുന്നു. ഇനിയും മൂഞ്ചിൽ വന്നാൽ ഞാനതങ്ങ് സഹിക്കും, അത്രേ ഉള്ളൂ.
ഫ്യൂച്ചർ പ്ലാൻസ് എന്താ ഇതൊക്കെ തന്നെ. എനിക്ക് മെയിനായിട്ട് എൻ്റെ തലയിലുള്ള ഫ്യൂച്ചർ പ്ലാനാണ് എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. പക്ഷേ ഇൻസ്റ്റഗ്രാം മെറ്റ എന്നെ അതിന് സമ്മതിക്കുന്നില്ല. നാറികൾ, ചെറ്റകൾ, തെണ്ടികൾ. ഐ തിങ്ക് മെറ്റ വെരിഫിക്കേഷൻ എടുക്കാനുള്ള അവരുടെ ഒരു അടവാണ് എന്നാണ് എനിക്ക് എൻ്റെ കാൽക്കുലേഷൻസ് വഴി എനിക്ക് കിട്ടിയത്. ബട്ട് എനിവേസ് അല്ലാണ്ട് നമ്മൾ വെബ്സൈറ്റ് കാര്യങ്ങൾ ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ഒരു അടിപൊളി ബിസിനസ് വുമൺ ആവണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഡ്രീം. അല്ലാണ്ട് എനിക്കൊരു ഫ്ലാറ്റ് സ്വന്തമായിട്ട് എടുക്കണം. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ട്. ഇൻഷാ അള്ളാ പെട്ടെന്ന് സെറ്റ് ആവട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. വേറെ ആരും ആശംസിക്കത്തില്ലെന്ന് എനിക്കറിയാം. സോ യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കുറേ വന്ന ചോദ്യമാണ്. ഡിഡ് യു മൂവ് ഓൺ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആയെന്ന് ചോദിച്ചാൽ ഇതെന്നെ ആക്ച്വലി ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂവ് ഓൺ ആയെന്ന് വെച്ചാൽ പേഴ്സൺ, അതായത് ഉണ്ടായിരുന്ന ആളിൽ നിന്ന് മൂവ് ഓൺ ആയി. പക്ഷേ ചെയ്തിരുന്ന പ്രവർത്തികൾ, ദ ട്രോമ ബിഹൈൻഡ് ഇറ്റ്, അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങൾ അത് റിപ്പീറ്റ് വരുമോ എന്നുള്ളൊരു സംഭവം എപ്പോഴും എൻ്റെ തലയിലുണ്ട്. ലൈക്ക് ഐ ഹാവൻ മൂവ്ഡ് ഓൺ ഫ്രം ദാറ്റ് ഫേസ് ഓഫ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ടു മീ. സോ ആളെ ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. പക്ഷെ ആൾ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് എൻ്റെ ലൈഫിൽ അത് ഇനിയും വരുമോ എന്നൊരു പ്രശ്നം എനിക്കുണ്ട്. അതെൻ്റെ ക്യാരക്ടറിൽ എനിക്കിപ്പം ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ബിക്കോസ് ഇനി ആ ഒരു റിലേഷനിൽ പോയാലും ഇഫ് ഹി ടോക്സ് ടു എ ഗേൾ, അല്ലെങ്കിൽ വെരി നോർമൽ ഫ്രണ്ടാണെങ്കിൽ, വെരി നോർമൽ കോൺവെർസേഷൻ ആണെങ്കിൽ പോലും എൻ്റെ പഴയ റിലേഷൻഷിപ്പിൻ്റെ ഇൻസെക്യൂരിറ്റി കാരണം അത് ബാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ട്. അതിപ്പോഴും എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വെരി ലേറ്റ്ലി റിയലൈസ്ഡ് എൻ്റെ ഒരു മുഷിഞ്ഞ സ്വഭാവമായിട്ടാണ് ഞാനത് കാണുന്നത്. സോ ഐ ഹാവ് ടു ചേഞ്ച് ഇറ്റ് ബിക്കോസ് നോട്ട് ഓൾ മെൻ ആർ സെയിം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര മൂഞ്ചൽ കിട്ടിയാലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനിയൊരു റിലേഷൻഷിപ്പിൽ ഒരു ഗേളിൻ്റെ അടുത്ത് സംസാരിച്ച പോലും ഞാൻ അങ്ങനെ ഡൗട്ട് അടിക്കാൻ പാടില്ല. അയ്യോ പണ്ടത്തെ എൻ്റെ റിലേഷൻഷിപ്പ് എല്ലാവരെയും കയറി ഇതാക്കുമായിരുന്നു എന്ന് വിചാരിച്ച് ഇനി വരുന്നത് അങ്ങനെ ആവും എന്നല്ല. അപ്പോൾ അത് ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്ത് ഐ ഹാവ് ടു സ്റ്റേ കാം, റിലാക്സ് ചെയ്ത് ഫസി ചിൽ, ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞ് അടുത്തത് മൂഞ്ചിയാൽ. ബട്ട് ടു ബി ഓണസ്റ്റ് അതാണ് മൂവ് ഓൺ ആയെന്ന് വെച്ചാൽ ആളിൽ നിന്ന് മൂവ് ഓൺ ആയി, പക്ഷേ പ്രവർത്തികളിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെയ്റ്റ് തന്നെ ബാധിക്കാറുണ്ടോ? റിയലി സീരിയസ്ലി ഹെയ്റ്റ് എന്നെ ബാധിക്കുന്ന ഒരു സംഭവമല്ല. ആക്ച്വലി ഏതൊരാളെ വെച്ച് നോക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന നല്ലത് വെച്ച് ആരും നന്നായി കാണുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെരി വെരി ഫ്യൂ പീപ്പിൾ. ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസോട് കൂടിയാണ് ആൾക്കാർ ഏറി പോകുന്നത്. അല്ലാണ്ട് നല്ലത് ചെയ്തോന്ന് പറഞ്ഞ് ഒരു 2 ദിവസം അവരെ തലയ്ക്ക് എത്തി വയ്ക്കും. പക്ഷെ അവർ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവർ 2-3 ആഴ്ച, അല്ലെങ്കിൽ അവർ മരിക്കുന്നവരെ, ഇനി മരിച്ചാൽ പോലും നമ്മളിങ്ങനെ കബറിൻ്റെ അവിടെ വന്നിട്ട് ഇവള് മറ്റേ പരിപാടി ഇതായിരുന്നു എന്ന് വരെ പറയും. അപ്പം മരിച്ചാലും നമ്മളെ വെറുതെ വിടാത്തതാണ് നമ്മുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ നമ്മളെ പറ്റി ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ. എത്ര ഒരു 99 നല്ല, ലൈക്ക് 99 നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഒരു മോശം കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന്, മനുഷ്യന്മാരല്ലേ തെറ്റു പറ്റും, അപ്പോൾ ഒരു മോശം കാര്യം വന്നാലും ആ 99 കാര്യങ്ങളും ഗുണാക്കേവിൽ പോകുന്ന പോലെ വെരി വെരി സാഡ് ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് വാനിഷ്ഡ്. ആരും അത് ഓർത്ത് പോലും ഇരിക്കത്തില്ല. പക്ഷെ ആ ഒരൊറ്റ കാര്യം അവർ എല്ലാവരും ഓർത്തായിരിക്കും. സൊസൈറ്റി ഈസ് ലൈക്ക് സോ, പറയാൻ വയ്യ എനിക്ക്. പക്ഷേ ഹെയ്റ്റ് എന്നെ ബാധിക്കാറില്ല. ടു ബി കൺക്ലൂഡിങ്, ഹെയ്റ്റ് എന്നൊരു സംഭവം എന്നെ ബാധിക്കത്തില്ല. എന്നെ ആരെന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എൻ്റെ തൊലിക്കട്ടി അപാരം എന്നൊക്കെ ചിലർ പറയുന്നത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് വെരി ട്രൂ. എൻ്റെ തൊലിക്കട്ടി ഭയങ്കര ഇതാണ്. ബിക്കോസ് ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഹെയ്റ്റ് വന്നാലല്ല എൻ്റെ അക്കൗണ്ട് പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഐ ഹവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് വേഴ്സ് തിങ്സ് ഇൻ ലൈഫ്. സോ ഹെയ്റ്റ് എന്നെ ബാധിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ? അത് നേരത്തെ പറഞ്ഞ ഇതായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇനിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് പഴയത് വെച്ച് ഞാൻ ഇതാക്കി ഞാൻ ആ ട്രോമ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. സോ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നീ തെറാപ്പിക്ക് പോകണം, നിനക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്നാണ്. ആൻഡ് ഐ ഓൾസോ ഫീൽ ദ സെയിം. സോ യാ, അതാണ് ലൈഫിലൊരു ഇൻസെക്യൂരിറ്റി. വേറെ സാധാരണ ആൾക്കാർക്ക് ഇൻസെക്യൂരിറ്റി പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, ഞാൻ എവിടെയെങ്കിലും എത്തുമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഇൻസെക്യൂരിറ്റി ഇതാണ്, ദ ഫീലിംഗ് ഓഫ് നോട്ട് ബീങ് ലവ്ഡ് ഇനഫ്. യാ, അതാണ് എൻ്റെ ഇൻസെക്യൂരിറ്റി. അടുത്ത ചോദ്യം, സഫയായിട്ട് പിന്നെയും കമ്പനി ആവാനുള്ള റീസൺ. ഇത് ഞാൻ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടായിരുന്നു യൂട്യൂബിൽ. അപ്പം എന്താ പറയുക, അപ്പുറത്തുനിന്ന് പിള്ളേർ ഒക്കെ ചിരിക്കുന്നു. സോ സഫയായിട്ട് പിന്നെയും കമ്പനി ആവാനുള്ള റീസൺ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് മിണ്ടണമെന്ന് തോന്നി, ഞാൻ മിണ്ടി. ഈ കാര്യം വെച്ച് എനിക്ക് വഴക്കുണ്ടാക്കിയിരിക്കാൻ താല്പര്യമില്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ സംസാരിച്ചു, ഖതം, കലാസ്, ക്ലോസ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച്
കാരണമൊന്നുമില്ല. എൻ്റെ നോർമൽ ഫ്രണ്ട്സിനെ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ല അത്. നോർമൽ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് സെറ്റാവുന്ന, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ, ലൈക്ക് ഹണിയൊക്കെ എൻ്റെ അത്രയും നാളത്തെ ഫ്രണ്ട്സാണ്. പക്ഷേ ഇത് അങ്ങനെ ഇഫ് ഞാനും അവളും രണ്ട് മീൻസ് ഈ ഒരു പ്രശ്നം ഒന്നും ഇല്ലാണ്ട് കണ്ടുമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഫ്രണ്ട്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ആ ഒരു വൈബ് സെറ്റാവുന്ന, ലൈക്ക് ക്യാരക്ടർ വൈസ് ആണെങ്കിലും നമ്മൾ സെറ്റാവുന്ന ഒരിതല്ല. സോ അത്രേ ഉള്ളൂ. മെഹനുമായിട്ട് സംസാരിക്കാറുണ്ടോ? മെഹനുമായിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ ഇപ്പോൾ സംസാരിക്കാറില്ല. ആ പ്രശ്നം കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കെന്തോ മെസ്സേജ് അയച്ചു. സഫയുടെ എന്തൊക്കെയോ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ ഇത് ഇനി എന്നോട് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് അറിയാൻ താല്പര്യമില്ല. സോ ഡീൽ വിത്ത് യുവർ ഓൺ തിങ്സ്. അത്രയും ഞാൻ പറഞ്ഞ് അതങ്ങ് വിട്ടു. അല്ലാതെ ഞാൻ മെഹനുമായിട്ട് സംസാരിക്കാൻ ഇപ്പം പോവാറില്ല. ആൻഡ് ഐ ഹേർഡ് മെഹനു ഇസ് ഇൻ എ റിലേഷൻ ഓർ സംതിങ്. അപ്പം കൺഗ്രാജുലേഷൻ മെഹനു. എന്താ പറയുക, ഇതിലെന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടല്ലേ കുറച്ച് സത്യങ്ങൾ, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും കുറച്ചധികം വന്നൊരു ചോദ്യമാണ്. ലല്ലുവിനെ പറ്റി ഇപ്പോൾ ടെക്സ്റ്റ് ഓർ എന്തെങ്കിലും വരാറുണ്ടോ? ഡു യു ടോക്ക് ടു ഹിം എന്നുള്ള ചോദ്യത്തിന് നോ. ആൻഡ് ഐ ഡോണ്ട് സ്റ്റോക്ക് ഹിം എനിമോർ. അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല. പിന്നെ അവനെ പറ്റി ടെക്സ്റ്റ് വരാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ വരാറുണ്ട്. അവൻ സ്റ്റാമ്പിൽ ഇങ്ങനെ മെസ്സേജ് അത് ഇതെന്ന് പറഞ്ഞ് വരാറുണ്ട്. പക്ഷെ അത് വരുമ്പോൾ തന്നെ ഞാൻ അവരോട് പറയും, എന്നോട് ഇനി അത് പറയണ്ട. ബിക്കോസ് ഞാനത് എവിടെയും വീഡിയോ ഇടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇനി സംസാരിക്കാനോ പോകുന്നില്ല. അൺലെസ് അപ്പുറത്തിരിക്കുന്ന ആൾ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാനോ വരാണ്ടോ ഞാൻ ആ കാര്യം ഇനി സംസാരിക്കത്തില്ല. ആ ചാപ്റ്റർ ഞാൻ നിർത്തി, ഫോറെവർ നിർത്തിയൊരു കാര്യമാണ്. സോ എന്നോടത് വന്ന് പറയണ്ട, ഡീൽ വിത്ത് ഇറ്റ്. യാ, സോ അത് ഞാൻ മൈൻഡ് ആക്കാറില്ല. ലല്ലു കുല്ലു. ബെസ്റ്റ് റിലേഷൻഷിപ്പ് അഡ്വൈസ് സ്വന്തമായിട്ടും ബാക്കിയുള്ളവരോടും പറയാനുള്ളത്. നിങ്ങൾക്കൊരു റിലേഷൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അവരുടെ മുഖത്തടിച്ച് പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം സംഭരിക്കുക. അവരോട് എങ്ങനെയാണോ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ ധൈര്യം പോലും വേണ്ട പറ്റില്ല എന്ന് പറയാൻ. ഒരു കാര്യം പറ്റില്ലെങ്കിൽ പറ്റില്ല അത് പറയുക, എന്നിട്ട് വേറെ ആളുടെ കൂടെ പോവുക. അല്ലാണ്ട് അവരെയും പിടിച്ച് തൂങ്ങി ഇവരെയും പിടിച്ച് തൂങ്ങി എല്ലാ വള്ളിയിലും പിടിച്ച് തൂങ്ങി ലാസ്റ്റ് കയറിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കുരുക്കേണ്ട അവസ്ഥയാവും. അതുപോലെ ഇരിക്കും ജീവിതം. സോ പറ്റില്ലെങ്കിൽ പറ്റില്ല, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇഷ്ടം പോലെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ വന്നിരുന്ന് പറയാറുണ്ട്. എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണമെന്ന്. അതുകൊണ്ട് ഈ തവണ എവിടെ പോകണം അവിടെ പോകണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ചാൽ പ്ലാനുണ്ട്. യാ. ഫ്രണ്ട്ഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വരാറുണ്ടോ? എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആരും ഫ്രണ്ടായിട്ട് കാണാറില്ല, ടു ബി ഹോണസ്റ്റ്. ഇപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം 1 2 3 പേരേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സ് എന്ന് ഞാൻ വിളിക്കുന്നത്. ബാക്കി എല്ലാവരും ഇപ്പോൾ എറണാകുളത്തൊക്കെ പോയാൽ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള സംഭവം ഭയങ്കര കുറവാണ്. ബാക്കിയെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾക്കും അല്ലാത്തതിനും എല്ലാം ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അല്ലാണ്ട് അങ്ങനെ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരാൻ മാത്രമേ ഞാൻ ആരെയും അടുപ്പിക്കാറില്ല. അയ്യോ ഞാൻ അവരോട് അത് പറഞ്ഞു പോയി, ഇനി എന്ത് ചെയ്യുക, അവരായിട്ട് ഞാൻ പ്രശ്നമായി, അവരിത് പുറത്താക്കുമോ അതാക്കുമോ, അങ്ങനെയുള്ള ഫ്രണ്ട്സൊന്നും എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇല്ല. സോ എനിക്ക് അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസ് ഇപ്പോൾ ഇല്ല. ഫോണിലെ സ്പേസ് തീർന്നു. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തനുമായിട്ട് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സംസാരിക്കാറില്ല. ഇനി ഭാവിയിൽ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ ഉത്തരം അറിയത്തില്ല. ബട്ട് ആസ് ഓഫ് നൗ ഞാൻ സംസാരിക്കാറില്ല. ആൻഡ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സഫയായിട്ട് ഞാൻ സംസാരിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷി വാസ് ലൈക്ക്, നിനക്ക് അത് കേൾക്കും, നീ ഇത് കേൾക്കും, മറ്റത് മറിച്ചത്, ബ്ലാ 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 ലോട്ട് ഓഫ് ഷിറ്റ്. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. ബട്ട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ ആരോടും മിണ്ടില്ല എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. സോ എൻ്റെ വീട്ടുകാർ പോലും അതിൽ ഇടപെടാറില്ല. അപ്പോൾ ഞാൻ ആരോടും മിണ്ടണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ആൻഡ് എൻ്റെ ഉമ്മച്ചി വരെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സഫയോട് മിണ്ടിയത് നിൻ്റെ നല്ല മനസ്സാണ്. സോ ഐ ഗോട്ട് എ സർട്ടിഫിക്കറ്റ് ഫ്രം മൈ മോം ലിറ്ററലി. അതിൽ കൂടുതൽ എന്താ വേണ്ടേ? അപ്പം ഐ ഡോണ്ട് ലിസൺ ടു അതർ പീപ്പിൾ. ആൻഡ് അതർ പീപ്പിൾ എന്നെ കയറി ഉപദേശിക്കാൻ വന്നാൽ ഐ വിൽ സേ, ബ്രോ ദർ ഇസ് എ ബൗണ്ടറി. അതിൻ്റെ അപ്പുറത്തോട്ട് എന്നോട് വന്ന് ഉപദേശിക്കാൻ നിൽക്കരുത്. ഉപദേശം എനിക്കിഷ്ടമല്ല. ബട്ട് ആസ് എ ഫ്രണ്ട്സ് ലൈക്ക് വി ചിൽ വി വൈബ്, അത് ഓക്കെയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് എൻ്റെ അടുത്ത് വന്ന് ഉപദേശം പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആളും അത്ര അടിപൊളിയായിരിക്കണം, അല്ലെങ്കിൽ അത് അത്ര വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോ നമ്മൾ ഒമേഗിളിലോട്ടായിരിക്കും പോകുന്നത്. ഹോപ്പ്ഫുള്ളി അക്കൗണ്ടൊക്കെ റിക്കവർ ചെയ്ത് കുറച്ച് സമയം എടുത്ത് ഞാൻ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. സോ ഡു സപ്പോർട്ട്, കീപ് സപ്പോർട്ടിങ്. ടാറ്റ, ബൈ.